ന്യൂബോൺ ആക്ഷൻ പ്ലാനിൻ്റെ ഭാഗമായിട്ട് തുടങ്ങിയതാണ്. അപ്പം എല്ലാ നവംബറിൽ നമ്മളിത് ഈ ഒരു പരാമർശം നടത്തുന്നുണ്ട്. അപ്പം അതിന് മെയിനായിട്ട് എല്ലാ വർഷവും ഓരോ തീമുകളാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ഈ വർഷത്തത് നമുക്ക് ഇതാണ്, കുഞ്ഞിൻ്റെ അവകാശമാണ് ക്വാളിറ്റി ഉള്ളതും നല്ല പരിചരണം വേണമെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ബാക്കി എങ്ങനെയാണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു ക്ലാസ് ആയിരുന്നു ഡോക്ടറിൻ്റെ. അപ്പം അത് നമ്മൾ ജനിച്ച അപ്പം മുതൽ തുടങ്ങുക, 28 ദിവസം എന്ന് പറഞ്ഞാൽ ജനിക്കുന്ന അപ്പം മുതൽ തുടങ്ങുക. ജനിച്ച ഉടനെ തന്നെ നമ്മൾ കോട്ട് ക്ലാമ്പിങ്ങിൻ്റെ കാര്യമായാലും താമസിച്ച് ലേറ്റ് ആയിട്ടുള്ള പൊക്കിൾ കൊടി മുറിക്കുന്നത് മുതൽ ജനിച്ച ഉടനെ തന്നെ കുഞ്ഞിനെ അമ്മയുടെ നെഞ്ചിലോട്ട് വയറിലും നെഞ്ചിലോട്ട് വെക്കുന്നതും ഇപ്പോൾ സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് വരുന്നത്, അത് അമ്മയും കുഞ്ഞുമായിട്ടുള്ള തമ്മിലുള്ള ഒരു ബോണ്ടിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് വെക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്രസ്റ്റ് ഫീഡിങ്, ഏർലി ആയിട്ട് ബ്രസ്റ്റ് ഫീഡിങ് തുടങ്ങുന്നത് അരമണിക്കൂറിനുള്ളിൽ തന്നെ, നോർമൽ ഡെലിവറി ആണെങ്കിൽ. മറ്റേതാണെങ്കിൽ സിസേറിയൻ ആണെങ്കിൽ അറ്റ് ദി ഏർലിയസ്റ്റ് എത്രയും നേരത്തെ പറ്റുമോ അപ്പോൾ തന്നെ ബ്രസ്റ്റ് ഫീഡിങ് തുടങ്ങുന്നതും. പിന്നെ നമ്മൾ കുഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് പോയി പിന്നെ കുഞ്ഞിനെ എപ്പോഴും നല്ല വാമായിട്ട് വെക്കുന്നതും, ബോണ്ടിങ് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് എപ്പോഴും അമ്മയുടെ കൂടെ തന്നെ കുഞ്ഞിനെ കിടത്തുക എന്നുള്ളത്. കിടത്തുമ്പോൾ റൂമിങ്ങിനെന്ന് നമ്മൾ പറയും. അപ്പോൾ അമ്മയുടെ കൂടെ തന്നെ കിടത്തുക. വീട്ടിൽ പോയി കഴിഞ്ഞാൽ അതുപോലെ കുഞ്ഞിനെ മാറ്റിയല്ല കിടത്തേണ്ടത്, എപ്പോഴും അമ്മയുടെ കൂടെ തന്നെയാണ് കുഞ്ഞിനെ കിടത്തേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ പറഞ്ഞു വിടും മുലപ്പാൽ മാത്രം കൊടുക്കുക എന്നുള്ളത്. ആദ്യത്തെ 6 മാസം മുലപ്പാൽ മാത്രം കൊടുക്കുക എന്നുള്ളത്. അപ്പം അതിൽ നിന്ന് തന്നെ കുഞ്ഞിന് ജീവിതകാലം മുഴുവനുള്ള ഒരു ആരോഗ്യം കിട്ടും. മുലപ്പാൽ മാത്രം ആദ്യം കൊടുക്കുന്നതും മുലപ്പാൽ തന്നെ ഒരു 2 വയസ്സ് വരെ മുലപ്പാൽ കൊടുക്കുകയും വേണം. കഴിവതും നേരത്തെ നിർത്താതെ നോക്കുക. 2 വയസ്സ് വരെ മുലപ്പാൽ കൊടുക്കുക. അത് കൂടുതൽ കൊടുക്കാമെങ്കിലും നല്ലത് തന്നെയുള്ളൂ. അപ്പം ഇത്രയും കാര്യങ്ങൾ ആണ് നമ്മൾ മെയിനായിട്ട് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നോക്കേണ്ടത്. പിന്നെ വാക്സിനേഷൻസ്, ഡോക്ടർ പറഞ്ഞ പോലെ വാക്സിനേഷൻസ് എല്ലാം ഹോസ്പിറ്റലിൽ വെച്ച് നമ്മൾ ലേബർ റൂമിൽ വെച്ച് തന്നെ 3-4 വാക്സിൻ കൊടുക്കുന്നുണ്ട്. BCG 0 ഡോസ് BCG, OPV, ഹെപ്പറ്റൈറ്റിസ് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ആ ഷെഡ്യൂൾ അനുസരിച്ച് കറക്റ്റായിട്ട് വാക്സിനേഷൻ കൊടുക്കണം. എന്നാലേ അസുഖങ്ങളെല്ലാം നമുക്ക് വരാതെ നോക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതുപോലെ അമ്മയുടെ ആരോഗ്യവും അത്രത്തോളം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇനി കുറച്ച് എങ്ങനെയാണ് കുഞ്ഞിനെ വോമായിട്ട് വെക്കുന്നതെന്നുള്ളത്, പിന്നെ നമ്മൾ അത്യാവശ്യം ഡിസ്ചാർജ് ചെയ്ത് പോകുന്നത് വരെ എപ്പോഴാണ് കുളിപ്പിക്കേണ്ട, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സിസ്റ്റർ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞു.